ടീച്ചറമ്മയ്ക്ക് സിറ്റിംഗ് സീറ്റ് നൽകിയില്ല. പേരാവൂർ തിരിച്ചുപിടിക്കാൻ ആവശ്യപ്പെട്ട പാർട്ടി. കെപിസിസി പ്രസിഡന്റിനെ പേരാവൂരിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശൈലജ ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിക്കും. പിണറായിക്കൊപ്പം വളർന്ന ടീച്ചറമ്മ ബ്രാൻഡിനെ ഒതുക്കാനുള്ള ശ്രമം എന്ന് ആക്ഷേപം. ജനപ്രീതി വെച്ച് സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതില്ലെന്ന വാദം ശൈലജ ടീച്ചർ ചോദ്യം ചെയ്തെങ്കിലും ഫലം കണ്ടില്ല. ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കേരളത്തിന്റെ ടീച്ചറമ്മ എന്ന ബ്രാൻഡായി മാറുകയും ചെയ്ത കെ ശൈലജ ടീച്ചർക്ക് ഇത്തവണ സിറ്റിംഗ് സീറ്റായ മട്ടന്നൂർ നൽകാതെ CPIM സ്ഥാനാർത്ഥി നിർണയ ചർച്ച ചെയ്യാൻ ശനിയാഴ്ച ചേർന്ന CPIM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വികാരനിർഭരമായ രംഗങ്ങൾ അരങ്ങേറിയെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തുകൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്ന് ശൈലജ ടീച്ചർ ചോദിച്ചതായും റിപ്പോർട്ടുണ്ടായിരുന്നു. മട്ടന്നൂർ ഇല്ലെങ്കിലും മറ്റൊരിടത്തും മത്സരിക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാട് ശൈലജ ടീച്ചറും സ്വീകരിച്ചേക്കുമെന്നായിരുന്നു സൂചന. എന്നാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും പാർട്ടി അണികൾ മനസ്സിൽ കാണുന്ന ശൈലജ ടീച്ചറെ മാറ്റി നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ടായി. അതാകണം പേരാവൂരിൽ നിന്നും മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അതേസമയം മട്ടന്നൂരിലെ സിറ്റിംഗ് സീറ്റിൽ നിന്നും മാറ്റി ശൈലജയെ വിജയസാധ്യത കുറഞ്ഞ പേരാവൂരിൽ മത്സരിപ്പിക്കുന്നത് ഒതുക്കൽ തന്ത്രമാണെന്ന് ആക്ഷേപം ശക്തമാണ്. മട്ടന്നൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട കെ ശൈലജയെ UDFന്റെ കൈവശമുള്ള പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സണ്ണി ജോസഫിനെതിരെ കളത്തിലിറക്കാനാണ് CPMന്റെ നീക്കം. 5 തവണ മത്സരിച്ചു എന്ന കാരണം പറഞ്ഞാണ് ശൈലജയെ മട്ടന്നൂരിൽ നിന്നും മാറ്റുന്നത്. ഇവിടെ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ മത്സരിപ്പിക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. അതേസമയം നിലവിൽ തലശ്ശേരി MLAയും സ്പീക്കറുമായ AN ഷംസീറിന് പകരം കാരായി രാജനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. തളിപ്പറമ്പിൽ PK ശ്യാമളയും മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കിയതിൽ കെ ശൈലജയ്ക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. മട്ടന്നൂരിൽ നിന്നും മാറ്റിയത് എന്തിനെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെ ശൈലജ ചോദിച്ചിരുന്നു. 2 തവണ മത്സരിച്ചവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടല്ലോ എന്നായിരുന്നു കെ ശൈലജയുടെ ചോദ്യം. പിണറായി വിജയൻ അടക്കമുള്ള പലരും സിറ്റിംഗ് സീറ്റിൽ വീണ്ടും മത്സരിക്കുമ്പോഴാണ് ടീച്ചറെ ഒതുക്കുന്ന തന്ത്രം CPM പയറ്റുന്നത്. പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ട്. ടീച്ചർക്ക് സീറ്റ് നിഷേധിച്ചാൽ അത് സംസ്ഥാനത്ത് CPMന്റെ സാധ്യത കുറയ്ക്കുമെന്നും ചർച്ചയാകുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് മത്സരിക്കാൻ അവസരം നൽകിയെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് CPM ശ്രമിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിച്ച കെ ശൈലജ പരാജയപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേരാവൂരിലും CPMന് വിജയസാധ്യത കുറവാണ്. ഇനിയൊരു തോൽവി കൂടി നേരിട്ടാൽ അത് കെ ശൈലജയുടെ പാർലമെന്ററി കരിയറിന്റെ അന്ത്യമാകും. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ടേമിൽ ഇളവ് വേണ്ടെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അതേപടി നടപ്പാക്കുകയാണ് മട്ടന്നൂരിന്റെയും തലശ്ശേരിയുടെയും കാര്യത്തിൽ കണ്ണൂർ ജില്ലാ നേതൃത്വം ചെയ്തത്. 2021 സംസ്ഥാന ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ച മട്ടന്നൂർ നിലനിർത്താൻ ശൈലജ വേണമെന്നില്ലെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. ജനപ്രീതി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കടുപ്പമുള്ള സീറ്റിൽ മത്സരിക്കട്ടെ എന്ന അഭിപ്രായം MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. നിയമസഭയിലേക്ക് 5 തവണ മത്സരിച്ച ശൈലജ 4 ജയങ്ങളോടെ 20 വർഷം MLA ആയിരുന്നു. 3 മണ്ഡലങ്ങളിലായാണ് ജയങ്ങൾ. 1996, 2016 വർഷങ്ങളിൽ കൂത്തുപറമ്പിലും 2006 പേരാവൂരിലും 2021 മട്ടന്നൂരിലും 2011 ശൈലജയെ തോൽപ്പിച്ച സണ്ണി ജോസഫിൽ നിന്നും പേരാവൂർ തിരിച്ചുപിടിക്കാൻ അവിടെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം 2016 2021 പാർട്ടിയിൽ ഉയർന്നിരുന്നെങ്കിലും സുരക്ഷിത മണ്ഡലങ്ങൾ നൽകി. പാർട്ടിക്ക് പുറത്തുള്ളവർ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്നുവരെ സാധ്യത കാണുന്ന നേതാവിനെ ഒഴിവാക്കുന്നത് സംസ്ഥാന തലത്തിൽ ചർച്ചയാകുമെന്ന ആശങ്ക CPMനുണ്ട്. കഴിഞ്ഞ തവണ മന്ത്രിസഭാ രൂപീകരണത്തിൽ ശൈലജ തഴയപ്പെട്ടത് വിവാദമായിരുന്നു. മണ്ഡലം 2011 പുനഃസ്ഥാപിക്കപ്പെട്ടതിനു ശേഷം UDF ഘടക കക്ഷികളാണ് മട്ടന്നൂർ സീറ്റിൽ മത്സരിച്ചത്. എന്നാൽ ഇത്തവണ കോൺഗ്രസ് സീറ്റ് എടുത്തേക്കും. KPCC അംഗം രാജീവൻ എളയാവൂർ, ചന്ദ്രൻ തില്ലങ്കേരി, യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് എന്നിവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. കണ്ണൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ബിജു ഏളംകുഴി, C സത്യപ്രകാശ് എന്നിവരെയാണ് BJP മട്ടന്നൂരിൽ പരിഗണിക്കുന്നത്. അതേസമയം സംഘടനാ രംഗത്ത് തഴയപ്പെടുന്ന P ജയരാജനെ പാർലമെന്ററി രംഗത്തും പരിഗണിക്കാനില്ല.
രാഷ്ട്രീയമായി വിരാമത്തിന്റെ സൂചനയാണ് പി ജയരാജൻ ഇതോടെ നൽകുന്നത്. മുതിർന്ന നേതാക്കളിൽ ചിലരെ മത്സരത്തിനിറക്കാനുള്ള ആലോചന CPM നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. തോമസ് ഐസക്കും MM മണിയും സ്ഥാനാർത്ഥിമാരാകില്ല. ഉടുമ്പൻചോലയിൽ മണിക്ക് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ മത്സരിക്കും. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, EP ജയരാജൻ എന്നിവരൊന്നും സ്ഥാനാർത്ഥികളാവില്ല. CPMന്റെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പിണറായി വിജയൻ മാത്രമാകും മത്സരിക്കുക. മറ്റ് PB അംഗങ്ങൾ ആരും മത്സരിക്കേണ്ടതില്ലെന്നാണ് ധാരണ. പിണറായിക്ക് പുറമെ ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, A വിജയരാഘവൻ എന്നിവരാണ് കേരളത്തിൽ നിന്നും PB അംഗങ്ങൾ. നിലവിലെ പിണറായി വിജയൻ സർക്കാരിലെ എല്ലാ മന്ത്രിമാരെയും മത്സരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലാ കമ്മിറ്റികൾ രംഗത്ത് വന്നിട്ടുണ്ട്. മാർച്ച് 4-ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും മാർച്ച് 5-ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയുമാകും CPM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുക.